ഇതുവഴി രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഒരു ബോട്ട് കാത്തു കിടന്നിരിക്കണം. ഏതായാലും അച്ചു പൊയ്ക്കോളൂ. ചെന്നിറങ്ങിയിട്ട് വണ്ടി അയച്ചോളൂ. അവരെനിക്ക് ബില്ല് ചെയ്തോളൂ. സല്യൂട്ട് സ്വീകരിക്കാനും പകരം തരാനും എനിക്കിപ്പോ ക്രോസ് ബെൽറ്റ് ഇല്ല അച്ചു. സർവീസിലില്ലെങ്കിലും സാറിനെ ഞാൻ എൻ്റെ സുപ്പീരിയർ ആയിട്ടേ കാണും. കുറച്ചൊന്നുമല്ല സാർ എന്നെ സഹായിച്ചിട്ടുള്ളത്. അച്ചു ഇവിടെ വന്നതും നായ ഈ സെർച്ചിൽ പങ്കെടുത്തതും ഓഫ് റെക്കോർഡാണ്. യെസ് സർ. Smell like a dog. Don't think like a dog. ഒന്ന്, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ക്രിസ്റ്റി ആസ്മ രോഗിയാണെന്നും അയാളെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്നും ഉറപ്പാണ്. ബുദ്ധിപൂർവമായ അളവിൽ ഉപയോഗിച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. No smell, no taste, no feel, guaranteed death. ഇത് ചെയ്തവൻ മരുന്നുകളെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ്. 3, അയാൾ ഇടങ്കയ്യനാണ്. പറഞ്ഞിരുന്നല്ലോ. പിന്നെ അയാൾ തുറയിലോ പരിസരത്തോ ഉള്ള ആളാണ്. അന്ന് ടെറസിൽ കണ്ട നങ്കൂരവും കയറും ഓർമ്മയില്ലേ? നീ ഇങ്ങനെ വെറുതെ കേട്ട് നിൽക്കാതെ ബൗൺസ് ബാക്ക്. കടൽ തീരത്ത് നിന്ന് നായ കുരച്ചല്ലോ. അപ്പൊ അവൻ കടൽ മാർഗമാ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇതിൽ ഇടപെടാൻ ഒരു പേഴ്സണൽ റീസൺ ഉണ്ട്. ഇത് കണ്ടോ, കൊലയാളി എനിക്ക് തന്ന സന്ദേശം. സ്മെൽ ലൈക്ക് എ ഡോഗ് ബട്ട് ഡോണ്ട് തിങ്ക് ലൈക്ക് എ ഡോഗ്. ഇൻഫ്ലേറ്റഡ് ഈഗോ ഉള്ള ഒരുത്തനാണിതെന്ന് വളരെ വ്യക്തം. ഞാൻ ഇതൊരു വെല്ലുവിളിയായിട്ട് എടുത്തിരിക്കുന്നു. നിനക്കറിയാമല്ലോ, ഐ ഹേറ്റ് ഈഗോ. ഞാൻ എന്റെ ഐ മീ മൈൻ ഈ ആത്മപ്രശംസ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഹോംസിന്റെ വാട്സിനേക്കാളും കഷ്ടമാണല്ലോ. I can afford that. ബാലുമാമ ഹോംസിനേക്കാളും കിടിലോ അല്ലേ? യെസ്. വെരി ഗുഡ്. കലക്കിയടാ മോനെ. യെസ്, ഓക്കെ. ലോക്കൽ ഇൻഫോമർ. ബാലുമാമയ്ക്ക് ഇപ്പോഴും ഇവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ? കേസ് അന്വേഷണത്തിന് എന്നെ പണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ പോലീസ് കഴുതകളല്ല, കുറ്റാന്വേഷകരെ പോലെ ചിന്തിക്കുന്ന ക്രിമിനൽസ് ആണ്. ഒരു കുറ്റവാളിക്ക് മറ്റൊരു കുറ്റവാളിയുടെ മനസ്സറിയാൻ വളരെ എളുപ്പമാണ്. നീ അവരെ അറേഞ്ച് ചെയ്തോ? സാറ് പറഞ്ഞ അനുസരിച്ച് സ്ഥലത്തെ പ്രധാന പങ്ക്സിനെ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നീ അവരെ പേടിപ്പിച്ചൊന്നുമില്ലല്ലോ. നമ്മളെ സാറിന് അറിഞ്ഞൂടെ, നമ്മൾ ബുദ്ധനല്ലേ? അപ്പോ ഇടി കൊണ്ടും ആൾക്കാർ ബുദ്ധനാവും അല്ലേ? കുറച്ച് തുട്ട് കിട്ടണ പരിപാടിയാ. മര്യാദയ്ക്ക് സാറ് പറയും പോലെ അനുസരിച്ചാ സാറ് വാരിക്കൊരി തരും. നിന്നെയൊക്കെ കാണിച്ചു കൊടുത്തതിന് സാറിനിക്ക് എത്ര തന്നെന്നറിയോ? 5000. കയ്ക്കൂ. വിൽഫ്രഡേ, എല്ലാവർക്കും ഒരു ചായ കൊടുക്ക. ഇവര് ചായ കുടിച്ച് ആലോചിക്കട്ടെ. ഓരോന്നേ എടുക്കാവൂ. നിന്നെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്നറിയോ? എനിക്കൊരു ഇടങ്കയ്യനെയാണ് വേണ്ടത്. നിന്റെ കാലിന് എന്തു പറ്റി? ആസിഡിൽ ചവിട്ടിയല്ലേ? സാർ പോലീസാണോ? ആയിരുന്നെങ്കിൽ ചോദ്യമായിരിക്കില്ല ചെയ്യുന്നത്, ഭേദ്യമായിരിക്കും. സാറേ തുറയാണ്, കരയ്ക്കാൻ പറ്റിയ സ്ഥലം. നീ ഇപ്പൊ പറഞ്ഞ നിന്നെ മാപ്പ് സാക്ഷിയാക്കാം. നീയാണിത് ചെയ്തതെന്നാണല്ലോ നജീബ് പറഞ്ഞത്. നജീബ്? നജീബ് അല്ലെങ്കിൽ തോമസ് അല്ലെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ സുബ്രഹ്മണ്യം, ആരെങ്കിലും, അല്ലെങ്കിൽ ഞാൻ. ഞാൻ പറയടാ പറയടാ. എബി റൊസാരിയോ, വയസ്സ് 39,
2 ജീവപര്യന്തം, രണ്ടും കൊലക്കുറ്റത്തിന്. 3 തവണ ജയിൽ ചാടാൻ ശ്രമം. 3-ാം തവണ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ജയിലർ പത്മനാഭപിള്ളയെയും കോൺസ്റ്റബിൾസിനെയും കുത്തി പരിക്കേൽപ്പിച്ചു. എബി റൊസാരിയോ. ഞാൻ എബിച്ചായനെ പരിചയപ്പെടുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന 2 ആഴ്ച മുമ്പാണ്. എന്നിട്ട് നീ കൂടിയതേ വലിക്കൂ അല്ലടാ. കരയാതടാ. എന്നെ വെച്ച് നോക്കുമ്പോ നീ വെറും പാവം പെറ്റിക്ക്. ഈ കാർ സ്റ്റീലൊക്കെ മോഷ്ടിക്കുന്ന തറ. ഞാനോ മഹാനായ ഒരു കുറ്റവാളി. 2 ജീവപര്യന്തം. 1 ഒരുത്തനെ കൊന്നതിന്, 2 ഒരുത്തനെ കൊന്നെന്ന് കോടതിക്ക് തോന്നിയത്. എബി റൊസാരിയോ, ഒരു ക്രിമിനലിന് പറ്റിയ പേര്. 13 വർഷമായി ജയിലിൽ. ഒരു തവണ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. ചോദ്യം, എന്തുകൊണ്ട്? ഉത്തരം, എന്നും രാത്രി എന്റെ മനസ്സ് ഈ പുകയോടൊപ്പം ഈ ജയിലിന് പുറത്ത് കിടക്കും. മലയും പുഴയും കായലുമൊക്കെ താണ്ടി അത് അങ്ങനെ പറന്ന് പറന്ന് പറന്ന്. നിന്റെ ഒരു ഭാഗ്യം കണ്ടു. ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു കോടീശ്വരനോടൊപ്പമാണ് നീ. ഈ വരുന്ന ഏപ്രിൽ 15-ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. നീ എനിക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം ചെയ്യണം. എടാ വയനാട്ടുകാരാ, നീ അന്ന് പറഞ്ഞ കാട്ടുകടന്തൽ നമ്പർ ഉണ്ടല്ലോ, ഈ മുളന്തണ്ടിലൂടെ വിഷമൂതി ആളെ വടിയാക്കുന്ന ആ ടെക്നിക്ക്, അതെനിക്കൊന്ന് വേണം. ഒരു തവണ അതൊന്ന് ഇറക്കണം. വിഷമുള്ളുകൊണ്ട് കൊല്ലാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. കൊല്ലണ്ട, കൈ കരുതിയാ മതിയെന്ന് എബിച്ചായൻ പറഞ്ഞത്. നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? വയനാട്ടിലെ പൈതങ്ങൾക്ക് ഒരറിയാൻ സാറേ. ഇത് ചെറുതിലേ കണ്ടു വളർന്നതാ. മീനിനെയും കാട്ടുമാക്കാനെയും മുയലിനെയും ഒക്കെ ഇതൂതി ഒരുപാട് കൊന്നിട്ടുണ്ട്. മുയൽ, കാട്ടുമാക്കാൻ, മീൻ, ഇപ്പോ ഡോക്ടർ ക്രിസ്റ്റി. ചത്തൂന്ന് കരുതി അകത്ത് കയറിയതാ സാറേ. അയാൾ എന്നെ കയറി പിടിച്ചപ്പോ ഞാൻ ഒന്ന് പേടിച്ചു. അല്ല, ഇപ്പൊ നിന്റെ എബിച്ചായൻ എവിടെയുണ്ട്? എബിച്ചായൻ കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ 11 മണിക്ക് ചെല്ലാൻ പറഞ്ഞേക്കുവാ. എവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്? ഹാർബറിന്റെ പടിഞ്ഞാട്ടുള്ള ബോട്ടില്. ഏത് ബോട്ടില്? ജോസ്ലിൻ ബോട്ടില്. കാശ് കിട്ടുന്ന കാര്യമല്ലേ, ചെല്ല്. പറഞ്ഞ തുകയുണ്ട്. ഒരു 1 ലക്ഷം കാർ സ്റ്റീരിയോ വാങ്ങിച്ചു. എന്നിട്ട് ഒരു കട തുടങ്ങും. ഹാപ്പി? മോങ്ങായിരിക്കാനാണ് ഈ കാശ് തന്നത്. എണ്ണി നോക്ക്. ഇനി എന്താണ് അതിന്റെ പ്രശ്നം? ഇവിടെ നിൽക്കാൻ പേടിയാണ് എങ്കിൽ എന്റെ കൂടെ വാ. എടാ, ഈ ബോട്ട് എങ്ങോട്ടാണ് പോണറിയോ? അങ്ങ് ദൂരെ കരകാണാ കടലിൽ വെച്ച് അബി റൊസാരിയോയെ ഒരു വലിയ കപ്പൽ ദത്തെടുക്കും. നീ വരികയാണെങ്കിൽ നിന്നെയും ദത്തെടുക്കും. നമ്മൾ കപ്പൽ കയറുന്നു, ബോട്ട് മുക്കുന്നു. ഇന്ത്യൻ പോലീസുകാർ, ഇന്ത്യൻ കോടതികൾ, ഇന്ത്യൻ ജയിലറകൾ, ഇവരുടെയൊക്കെ കണ്ണിൽ അബി റൊസാരിയോ വിൽ ബി ഡെഡ്. വയനാട്ടുകാരാ, കേറ്. നിങ്ങളെ ഒറ്റ കൊടുത്തു. എബി റൊസാരിയോ, now you are thinking like a dog. ഈ ലവ് ലെറ്റർ ഓർമ്മയുണ്ടോ? നിന്റെ ഈ ചീപ്പ് ട്രിക്ക് വെച്ച് ഇന്ത്യൻ പോലീസിന്റെയും ഇന്ത്യൻ കോടതിയുടെയും ഇന്ത്യൻ ജയിലുകളുടെയും ഒക്കെ കണ്ണിൽ പൊടിയിടാമെന്നാണോ വിചാരിച്ചത്?
തുടങ്ങിക്കോ. ഒരു സന്ധ്യയ്ക്ക് ഇതേ കടലിനെ നോക്കിയിരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. NRIകളുടെ പൂത്ത കാശ് നിറച്ച UB ബാങ്കിന്റെ ലോക്കർ റൂമിൽ ഒരു സന്ദർശനം. റഹീം ഇത് കേട്ട് ആദ്യം ചിരിച്ചെങ്കിലും കോടികളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൻ ആർത്തിയായി. അവന്റെ ഉമ്മച്ചിക്കൊരു കൊട്ടാരം പണിഞ്ഞു കൊടുക്കണമെന്നതായിരുന്നു അവന്റെ ആഗ്രഹം. ജോഷിയെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞതും ഞാനാണ്. റഹീമിനത് സമ്മതമായിരുന്നില്ല. ഒടുവിൽ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് ഞങ്ങൾ ജോഷിയും കൂടെ കൂട്ടി. ഇനി ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. പ്ലാൻ 2. ഗുജറാത്ത് സ്ട്രീറ്റിലെ ഐശ്വര്യമുള്ള സ്വർണ്ണക്കടയിൽ അവിടെ ഒരു ചെറിയ മോഷണം. എടാ, അതിനടുത്തൊരു ചായക്കടയില്ലേ? ചായക്കട അതിരാവിലെ തുറക്കും. അതിന് ശേഷമായിരിക്കണം മോഷണം. എന്നാലേ പത്രത്തിൽ വാർത്ത വരൂ, 4 പേർ അറിയും. വാർത്തയോ? അതെ, സ്വർണ്ണക്കട കുത്തി തുറന്ന് കവർച്ചാശ്രമം, അക്രമികൾ പിടിയിൽ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ. എബി റൊസാരിയോ, അബ്ദുൾ റഹ്മാൻ, ജോഷി എന്നിവരാണ് പിടിയിലായത്. പോലീസ് പിടിച്ചാലോ? ആ, ചില്ലറ തട്ടും തലോടലും ഒക്കെ കാണും. അതൊന്നും കാര്യാക്കണ്ട അല്ലടാ. വെറും ശ്രമം മാത്രമല്ല കരുതേ. കൂടിയ ഒരു 3 മാസം, അറ്റ കൈക്ക് 6. 4 ആളുടെ മുമ്പ് വെച്ചൊരു ക്രൈം ചെയ്യുന്നതിന് വില്ലടാ ഒരു ത്രില്ല്. ഇത്രയും ചെയ്തതേ ചുമ്മാ ജയിലിൽ പോകാനല്ല. വേണ്ട, നാളെ പത്രത്തിൽ വേറൊരു വാർത്ത കൊടുക്കാം. UB ബാങ്കിൽ കൊള്ള, പ്രതികൾ അറസ്റ്റ്. നല്ല 2 ചാമ്പ് കിട്ടുമ്പോ നീ തന്നെ തൊണ്ടിയെടുത്ത് കൊടുക്കും. ആദ്യം നല്ലവണ്ണം ഒന്ന് ആലോചിക്ക്. ഇത് വേണോ അത് വേണമെന്ന്. രണ്ടും വേണ്ട, രണ്ടിനും ഞാനില്ല. എനിക്ക് എന്റെ കാശിതാ, ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. മുല കൂടി മാറാത്ത ഇവനെയൊക്കെ കൂടെ കൂട്ടിയ നിന്നെ വേണം തല്ലാൻ. വൃത്തിയായിട്ടൊരു കത്തി പിടിക്കാൻ അറിയാത്ത ഇവനെ നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ കൂടെ കൂട്ടിയത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ പങ്ക് കിട്ടിയേ പറ്റൂ. ചതിക്കരുത്. ഇച്ചേനാ ചതിച്ചത്. ജയിലിൽ പോണ കാര്യവും വേറെ മോഷണം നടത്തുന്ന കാര്യവും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? റിസ്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഞങ്ങൾക്ക് 10 സെക്കൻഡ് തരാം. ഞാൻ പറയുന്ന കേക്ക്.
മർഡർ കേസിൽ പിടിയിലായവരെ ബാങ്ക് റോബറി കേസുമായി പോലീസ് കൂട്ടിബന്ധിച്ചില്ല. കൊലക്കുറ്റത്തിന് രണ്ടാൾക്കും കിട്ടിയത് ജീവപര്യന്തം, ഒരേ ജയിലിൽ. കോടികളുടെ അവകാശികളാണ്, കോടികൾ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഓർക്കും തോറും ഭ്രാന്ത് പിടിക്കുകയായിരുന്നു, ഭ്രാന്ത്.